ഹായ് വ്യൂവേഴ്സ്, ഇതെല്ലാം കെട്ടിപ്പെറുക്കി കാറിൽ വെച്ച് ഞാൻ എങ്ങോട്ടാണ് പോണേന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത്തവണ കാലിക്കറ്റ് നടന്ന തെരങ്ക് എക്സ്പോയിൽ നമ്മുടെ നൈമിയോ അവരോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈമിയുമായുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് 10 years ആയെങ്കിലും എനിക്ക് ഇപ്പോഴാണ് ഒരു എക്സ്പോ ചെയ്യണം, നൈമി എല്ലാവരിലേക്കും എത്തിക്കണം എന്നൊക്കെ തോന്നിയത്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും എൻ്റെ കൂടെ കട്ടക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും എൻ്റെ കൂടെ കാലിക്കറ്റിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും എൻ്റെ കസിൻ്റെ ഫ്ലാറ്റിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ എക്സ്പോ നടക്കുന്നിടത്തേക്ക് വന്നത്. ഹോട്ടൽ KPN ട്രൈപ്പൻ്റെയിൽ വെച്ചായിരുന്നു എക്സ്പോ. ഇവിടെ ഈ ബോർഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. എല്ലാവരും അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അറൗണ്ട് 83 സ്റ്റാൾസ് ഉണ്ടായിരുന്നു അവിടെ. 3rd ഫ്ലോറിലായിരുന്നു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. സ്റ്റോൾ നമ്പർ ചോദിച്ചറിഞ്ഞ് ഞങ്ങളെല്ലാവരും അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ബുദ്ധി എന്തേ ദാസാ മുന്നേ തോന്നാതിരുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചതിലേറെ വലിയ ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗോഡ്സ് ഗ്രേസ് എല്ലാവർക്കും നല്ല സെയിലായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കാരണം തന്നെ സെയിൽസ് സ്റ്റോൾ ഇട്ടവരെല്ലാവരും അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഒരു എക്സ്പോയിൽ ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഈ എക്സ്പോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെറിയ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പെയിൻറ്റിങ്, പിന്നെ ഹെയർ കളറിങ്, ബ്രേസ്ലെറ്റ് പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തിരക്ക് കൂടിയപ്പോൾ എനിക്ക് ശരിക്കും വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ എനിക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.